ഹായ് ഓൾ, ഗുഡ് മോർണിംഗ്. ടുഡേ ഈസ് വെനസ്ഡേ 15th ജൂലൈ. രാവിലെ തന്നെ ചോറിലങ്ങ് തുടങ്ങിയേക്കാം. ഇന്നലെ തിളപ്പിച്ച് വാങ്ങി വെച്ചിരുന്നതാണ്. ഇനി അതൊന്ന് ജസ്റ്റ് ചൂടാക്കി എടുക്കേണ്ടേ ഉള്ളൂ. വേവെല്ലാം കറക്റ്റായിട്ടിരിക്കുന്നതാണ്. തലേദിവസം ഉപയോഗിച്ച് കഴുകി വെച്ചിരിക്കുന്ന പാത്രങ്ങളെല്ലാം ഒന്ന് എടുത്ത് വെക്കുക എന്നുള്ളതാണ് അടുത്ത പണി. അതൊന്ന് ഒഴിവാക്കിയാൽ തന്നെ എൻ്റെ കിച്ചൻ്റെ ഒരു സൈഡ് നല്ല നീറ്റായിട്ട് കിടന്നുള്ളൂ. ബാസ്ക്കറ്റ് അവിടെ ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് കിടക്കത്തില്ല. അതുപോലെ തന്നെ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന പാത്രങ്ങൾ അപ്പം തന്നെ കഴുകി ബാസ്ക്കറ്റിലേക്ക് ഫില്ല് ചെയ്യാൻ പറ്റും. സാധാരണ ഞാൻ പിള്ളേരെയൊക്കെ പറഞ്ഞു വിട്ടിട്ട് സമാധാനപരമായിട്ടാണ് പാത്രം കഴുകും കാര്യങ്ങളൊക്കെ. ഇന്ന് അവർ പോകുന്ന ഉടനെ തന്നെ എനിക്കും ഒന്ന് പുറത്തേക്ക് പോകേണ്ടതുള്ളതുകൊണ്ട് പണികളെല്ലാം ചടപടാന്ന് തീർത്ത് വയ്ക്കണം. പാവയ്ക്ക തോരൻ ഇന്നലത്തേൻ്റെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇന്ന് തോരൻ ഇന്ന് വയ്ക്കുന്നില്ല. സാമ്പാറും ചിക്കൻ ഫ്രൈയുമാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. സാമ്പാറിൻ്റെതായിട്ടുള്ള എല്ലാ കഷ്ണങ്ങളൊന്നും എൻ്റെ കയ്യിലില്ല. കയ്യിലുള്ളത് വെച്ച് ഒന്ന് തട്ടിക്കൂട്ടി എടുക്കുവാണ്. കറിക്ക് വേണ്ടി എടുത്ത പച്ചക്കറിയുടെ വേസ്റ്റ് സാധനങ്ങളെല്ലാം ഞാൻ എൻ്റെ വെജിറ്റബിൾ ഗാർഡനിനകത്തോട്ട് തന്നെയാണ് കൊണ്ടുപോയി ഇടുന്നത്. എൻ്റെ വീട്ടിലുള്ള മത്തനും കുറച്ച് പയറുകളും എല്ലാം അതിൽ നിന്ന് തന്നെ ഉണ്ടായ തൈകളാണ്. അപ്പോൾ ഇനിയാണേലും ഉണ്ടാവുന്നത് അവിടെ കിടന്നുണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ വേസ്റ്റുകളെല്ലാം അവിടെ കൊണ്ടുപോയാണ് ഇടുന്നത്. രാവിലെ എണീറ്റപ്പോൾ എനിക്ക് തോന്നിയായിരുന്നു ഇന്ന് നല്ല ക്ലൈമറ്റ് ആണല്ലോ എന്ന്. പക്ഷേ ഞാൻ ഈ വെജിറ്റബിൾ കൊണ്ടുപോയി കളയാൻ പോയ സമയത്ത് ചെറുതായിട്ട് മഴ ചാറി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത്രയും ദിവസം കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ജെന്നിക്ക് നമ്മളെ വലിയ മൈൻഡൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം ജെന്നിയുടെ മക്കളൊക്കെ നാല് വഴിക്ക് പോയതുകൊണ്ട് ഇപ്പം നമ്മളെടുത്ത് പഴയ പോലെ കറങ്ങി ചുറ്റി നടക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് പോകുമ്പോൾ കൊണ്ടുപോകാനായിട്ട് കുറച്ച് ഡോക്യുമെൻസിൻ്റെ ഫോട്ടോ കോപ്പി എടുക്കണുണ്ടായിരുന്നു. അത് ഇന്നലെ എടുത്ത് വെക്കാനായിട്ട് മറന്നുപോയി. പ്രിൻ്റർ വീട്ടിലുണ്ടായിരുന്നത് കൊണ്ടാണ് ഞാൻ അത്രയും ഒരു മടി കാണിച്ചിരുന്നത്, പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് എടുക്കാമല്ലോ എന്ന്. പക്ഷേ രാവിലെയാണ് പണി കിട്ടിയത്. പ്രിൻ്ററിലെ ഇങ്ക് തീർന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇനി നമ്മൾ കുറച്ചുകൂടെ നേരത്തെ പോകണം. കാരണം ഏതെങ്കിലും കട തപ്പി പിടിച്ച് ഇനി ഫോട്ടോസ്റ്റാറ്റും കൂടെ എടുക്കണം. ഇതാണ് പറയുന്നത്, ഒന്നും മുഹൂർത്തത്തിലേക്ക് വെക്കരുത്. എല്ലാം കാലേ കൂട്ടി നേരത്തെ തയ്യാറാക്കിക്കണം. ഇല്ലെങ്കിൽ സമയമാകുമ്പോൾ പണി കിട്ടുമെന്ന്. പിള്ളേർ സ്കൂളിൽ പോകാനുള്ള സമയമായിട്ടും മഴയൊന്നും തീർന്നിട്ടില്ല. അപ്പോൾ ഇനിയുള്ള വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.